അങ്ങനെ മാല ആടയാഭരണങ്ങളെല്ലാം ഊരി വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് മീൻ പിടിക്കാൻ. യവന്മാർക്കൊന്നും വല വീശാൻ അറിയത്തില്ലെന്ന്, ഞാൻ തന്നെ വീശി കൊടുക്കണമെന്ന്. പക്ഷേ ഈ പ്രശ്നം അറിയാമോ, ഞാൻ പോകുന്നിടത്തൊക്കെ ഒച്ചപ്പാടുണ്ട്. ഈ ഒച്ചപ്പാട് കേട്ട് മീനെങ്ങാനും ഓടിപ്പോകുമെന്ന് അറിയത്തില്ല. നമുക്കൊരു 5 മീനെ മതി ചെറുത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അങ്ങനെ ചൂണ്ടയിടാൻ തീറ്റ പിടിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഏതോ തോട്ടി വരാൻ വന്നു. പക്ഷേ തോടൊക്കെ പൊളിച്ചിട്ടേക്കോ, പാലമായിപ്പോൾ. ഈ അണ്ണാണിയാണ് ആളെ കൂട്ടുവാണോ? വല വിരിഞ്ഞില്ലേ, നാണം കെടുവല്ലോ ദൈവമേ. ആരാ അത് ആള്? ആ ചേട്ടന് വീശറിയാവോ? ഇല്ല. അണ്ണാണി ആ വല ഞാൻ എഡിറ്റ് ചെയ്ത് കളയും. വെള്ളത്തിൻ്റെ അല്ല, വല വിരിയണ്ടേ? ആ ഈ കുഞ്ഞാ പറഞ്ഞറിയാമോ, വല വിരിഞ്ഞ് അവൻ ഒറ്റയ്ക്കായി പോകുന്നു. അവൻ വീശിയിട്ട് വിരിഞ്ഞില്ലല്ലോ. അവനാണിപ്പോൾ പെരുന്തച്ച കോംപ്ലക്സ്. നമ്മളല്ല, ഞാനാണോ? ചെപ്പുണ്ടായിട്ടാണോ എടുത്തി അടിയോ? കണ്ണ് കാണാത്തൊരു മുത്തശ്ശിയും കൊണ്ടാണ് പോകുന്നതെന്നുള്ള ഓർമ്മ വേണം. വെള്ളമില്ലാത്ത തോടാ, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയൊന്നും മീൻ കാണത്തില്ല. ഇവിടെ ഒന്നും കുഴിയൊന്നുമില്ല. മീനുണ്ടോന്ന് അത് എവിടെയെങ്കിലും ഒന്ന് നോക്ക്, മീനുണ്ടോന്ന്. ഇത് വല കരയ്ക്ക് പോവും. വലയൊക്കെ ഇവിടെ ഉണ്ട്. മിക്കവാറും വല ഇനി കരയ്ക്ക്. ഇത് മാറി കിട്ടും. എൻ്റെ കോൺസെൻട്രേഷൻ കളയാമോ? എന്താ എനിക്കറിയാമായിരുന്നല്ലോ, ഇപ്പം മറന്നില്ല. കൺഫ്യൂഷനായി. പുള്ളിയുടെ മിണ്ടായിരിക്കാം, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. നീ ആദ്യം മിണ്ടാതിരിക്കും. അതെ, നീ മിണ്ടാതിരുന്നു. ആ കല്ലും കീഴില്ലയോ അവിടെ കേട്ടോ കണ്ടത്. അവിടെ ചുമ്മാ നിൽക്കട്ടെ, ഒന്നിട്ട് കൂടിയിട്ട് അവിടെ ഉണ്ടാക്കലിൻ്റെ അവിടെ കൂട്ടെ. ഇത് നടക്ക്, അതൊക്കെ ഓടല്ലേ ഇടും അവിടെ ഉണ്ടാക്കോട്ട്. കളങ്ങുന്ന മാറങ്ങോട്ട് കളക്കായിപ്പോ ഇവിടെ മണ്ണ് കളഞ്ഞ് കിടക്കുന്നുണ്ട്. ചെടു കാണിച്ചു കൊടുക്കിടും മാമന് ക്യാമറ. കുഴപ്പമില്ല, ഇനിയും കിട്ടും. ഉണ്ടെന്ന് മനസ്സിലായി. ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊള്ളാം. ഓടി നടപ്പുണ്ട്. എല്ലാവർക്കും സംശയം വരും, ഞാൻ എന്നാ വിശ്വാസം. അതിനിപ്പോ വേറൊരു മറുപടി ഉണ്ട്. ഈ സാധനം കൊണ്ട് ചൂണ്ട കെട്ടാൻ പോകുന്നവരാ നീ പറ. ചൂണ്ട പിടിച്ച് വെള്ളത്തിൽ എടുത്തോണ്ടോ അത് കാണിച്ചിരുന്നു. അത് കാണിക്കാൻ പറയണം. മുതിർന്ന പിള്ളേരെ അനുകരിക്കരുത്. ഡാമിന്റെ ഒക്കെ ഇരുന്നു പറഞ്ഞൂടെ കുഞ്ഞാവേ. അങ്ങനെ അഘോരാത്രം വീശി 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 ഞങ്ങൾക്ക് മീനിന് ചൂണ്ടയ്ക്കുള്ള തീറ്റ മീൻ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും കിട്ടിയില്ല. ചൂണ്ടയിടാനുള്ളത് ഒപ്പിച്ച് എത്ര വീശി വീശി തോളൊക്കെ വേദനിച്ച് ശീലമില്ലാത്ത പരിപാടിയല്ലേ. ഒരെണ്ണം ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. മിസ്റ്റർ ചൊറിയൻ, ചെരുപ്പന്തിയേ ചെരുപ്പന്തിയേ വെരശ്വർ ചെരുപ്പ് രണ്ട് പാത്തു ആരൊക്കെ. പിന്നെ വഴക്ക് പറയുക പോയി ഹോംവർക്ക് ചെയ്യാൻ. പാത്തു പറഞ്ഞ കേട്ടോ.
എൻ്റെ മോതിരം ഇന്ന് വലയെ കുരുങ്ങി പോകേണ്ടതായിരുന്നു. ഞാൻ വിചാരിച്ച് പോകത്തില്ലെന്ന്. ഒരു ഒറ്റ വീശും വലയുടെ കൂടെ ഒരു ഊരലും വലയെ കുരുങ്ങിയിരുന്നു എൻ്റെ മോതിരം. പിള്ളേരും ജാനു കൊക്കോ ജാനു രണ്ടുപേരെ നല്ല മൂത്രമൊക്കെ ഒഴിപ്പിച്ച് വെറ്റ് വൈപ്സ് ഇട്ട് തുടച്ച് സുന്ദരന്മാരാക്കി കൊണ്ടുവച്ചേക്കുക. കൊക്കുമ്മിയേ വല്ല അസ്വസ്ഥതയുണ്ടാ. നീ ലേബർ റൂമിൻ്റെ പുറത്ത് കെട്ടിയോ നടക്കുന്ന പോലെ നടക്കുമെന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. കുറച്ചു നേരം ആയല്ലോ. എന്നെ പിന്നെ പ്രസവിക്കാറായോ? പേടിയാവുന്ന ഉള്ള കാര്യം ഓർത്തിട്ട്. കട്ടിലേക്ക് കിടക്കണോ? കുഞ്ഞിനെ കട്ടിലേക്ക് കിടക്കണോ? എന്തിനാ ഇപ്പം ആ ഗേറ്റിൻ്റെ അവിടെ ഓടിയത്? ഒറ്റ ഓട്ടം ഗേറ്റിൻ്റെ അടുത്ത് ഉമ്മച്ചനെ ഇവളും കൂടെ അവിടെ പോയിന്നുകൊണ്ട് കുരയ്ക്കുക ഗേറ്റിൻ്റെ അപ്പുറത്ത്. എൻ്റെ ചുണ്ടരിക്ക് എണ്ണ പറ്റിയേ എണ്ണ വേണ്ട ചുണ്ടരിക്ക്. സാരമില്ല കേട്ടോ. നമുക്ക് നാളത്തേക്കായിരിക്കും മോൻ്റെ പ്രസവം. വിഷമിക്കണ്ട. അമ്മ എടുത്തോണ്ട് അമ്മ എങ്ങും പോകത്തില്ല കേട്ടോ. അമ്മച്ചി എങ്ങും പോകത്തില്ല കുഞ്ഞിനെ ഇട്ടിട്ട്. നിന്നെ ഇട്ടിട്ടും പോകത്തില്ല. നോക്കുമ്പോൾ വയറ് അനങ്ങുന്നുണ്ട്. അമ്മേൻ്റെ കൂടെ കിടക്കണോ? കൂടെ കിടക്കണോ? നമ്മളിവിടെ ഞാൻ ഇരുന്ന് പോയി വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തതാണ്. പണിക്കാരൻ വന്ന് പണിഞ്ഞു എല്ലാം ചെയ്തിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥ നോക്കി. മറിഞ്ഞടിച്ച് അപ്പുറത്തെ പറമ്പിലോട്ടെല്ലാം കൂടെ അടപടലം വീണ്. ടാങ്കും പോയി, എല്ലാം പോയി. നമ്മൾ എത്ര പൈസ കൊടുത്ത് ചെയ്യിച്ച സംഭവമാണ്. എത്ര നോക്കിയ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ സഹിക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടിട്ട്. അയാളെ വിളിച്ചോ പണിയണ്ണ? ഇന്ന് വരാന്ന് പറഞ്ഞ കിടക്കുന്ന കിടപ്പ് നോക്കിയേ. ബുദ്ധിന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ ഒരു പ്ലാവ്. ചക്ക കാണട്ടെ. അതേ ചക്കക്കുട്ടി എൻ്റെ തലയിലൊരു ചക്ക. എല്ലാവരും ചോദിക്കത്തില്ല നമുക്ക് ഇവിടുന്ന ചക്കയാണ്. വിൽക്കണ്ടാണി അതാണ് മറ്റേ നാഗവല്ലിയുടെ സ്വഭാവം കാണിക്കാതെ. ചക്കയുടെ കൂടെയാ അവ ആട്ടുകാർ കാണൂല. 2 പേട്ട് ചക്കയെന്ന്. ഒന്ന് ഞാനല്ല, ഒന്ന് അണ്ണാണിയാ. വാ ഐ പോരട്ടെ. എണീറ്റ് നടന്ന് ഓടി ഇങ്ങോട്ട് വാടാ. എടാ ഓടി വാടാ. അത് ബോഡി ഗാർഡ് തോക്കും കൊണ്ട്. എടി നടാൻ വെച്ച ചീര പറിക്കാനായല്ലോ. എൻ്റെ ദേവിയേ പോത്തിൻ്റെ ക്യാറ്റിനെല്ലാം കിട്ടണം. പിന്നെ ഇവൻ്റെ ഈ നോട്ടവും അതല്ല ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നു. പല ആംഗിളിൽ നിന്ന് എടുക്കണം. മല്ലിയിലെ ചവിട്ടല്ലേ. ആ അത് നടക്കൂല. നിക്കടാ എൻ്റെ പൊട്ടിപ്പോയി പീസ് എന്തി കിട്ടിയില്ല. പൊട്ടിപ്പോയി പീസ് കിട്ടുന്നില്ല. ഞാൻ നിന്റെ സൈസിൽ വരണം. ഈ എല്ലാം കൂടെ ചേർത്ത് മുറിച്ചെടുക്കല്ലേ. പിന്നെ
മൊത്തത്തിലല്ലേ പറിച്ചു? അവിടെ നിന്നോട്ടെ. ചോദിച്ചോളൂ. ഇത്തിരി കുരുത്തം കെട്ടതേ മാറിക്ക് സൈഡിലേക്ക്. ഇത് ക്യാരറ്റാ? അത് തന്നെ മല്ലിയിലേ? മല്ലിയില തന്നെയാ. ഓ ആര്? കുരുത്തം കിട്ടത് ക്യാബേജും പറിക്കാം. നീ വേണ്ട. ഇങ്ങനെ പിടിച്ചോണേ. ആ കൈ പിടിച്ചോ ഇങ്ങനെ. ഇവിടെ അവിടെ ഇരിക്കണ്ട. ഇങ്ങനെ അവനെ കിട്ടൂല കേട്ടോ. ഇത്രേ ഉള്ളെങ്കിലും ക്യാരറ്റല്ലേ? കൈ കഴുകടാ വൃത്തിക്ക്. വീഡിയോ എടുക്കട്ടെ. നിനക്ക് ഇച്ചിരി കളച്ചിൽ കൊള്ളാം. ഓഹോ, വീഡിയോ എടുത്ത് തരുന്നത് ഞാൻ ആരെയും? അതാ കൊച്ചായിട്ടുള്ള ആവശ്യമല്ലേ? തട്ടിപ്പറിക്കാനുള്ള അവന്റെ രസം. എന്നാ നീ അവൻ്റെ കൊടുക്കും, ഞാൻ അവൻ്റെ പിടിച്ചോളാം. കടിച്ച് കൊള്ളാവോ? എലി ഇരുന്ന് കാരുന്ന പോലെ ഉണ്ട്. നോക്കട്ടെ, തരാടാ. തരൂടാ. മോളി ഇന്നോ ആദ്യം ചെറുതൊന്ന് തിന്നു കാണിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടോ? കറക്റ്റ് മുയലിന്റെ പല്ലുവാ. അണയെ വെച്ച് കടിക്കാൻ അണപ്പല്ലും ഇല്ല. ഭയങ്കര ബിസിയാ. അത് എങ്ങനെയുണ്ട്? കൊള്ളാമോ? കാരങ്ങള്. ഓ വേണ്ട, ഇവിടുത്തെ ആളാ. പാവം കർഷകൻ തകർന്നു പോയി. അവന്റെ കയ്യിലോട്ട് നോക്കാം, അത്രയും വണ്ണം ഉണ്ട്. ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നീളമുള്ളതിന് വണ്ണമില്ല, വണ്ണമുള്ളതിന് നീളമില്ല.